Yes, you are. Okay. 1 second. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പം ഇത് രണ്ടിന്റെയും പറ്റി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ ഈ ഐഡിയൽ ഗ്യാസ് ലോ അത് വെച്ചിട്ട് കുറെ ഇക്വേഷൻസ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് നല്ല തറോ ആക്കാനാണ് നമ്മൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത് ഓരോ ആപ്ലിക്കേഷൻ ലെവൽസിൽ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? An empty LPG cylinder weighs 14.8 kilogram. അപ്പൊ empty ആവുമ്പം അതിന്റെ വെയിറ്റ് എത്രയാണ്? 14.8 kilogram. And if full ആവുമ്പോ when full it weighs 29 kilograms and shows a pressure of 347 atm. അപ്പൊ full ആവുമ്പം 29 kilogram 3.47 atmosphere pressure. അപ്പൊ empty ആകുമ്പോൾ അതിന് 14.8 kilogram ആണ്, ഫുൾ ആകുമ്പോൾ 29 kilogram ആണ്. അപ്പൊ ഗ്യാസിന്റെ വെയിറ്റ് എത്രയാണ്? നമ്മൾ കയറ്റിയ ഗ്യാസിന്റെ വെയിറ്റ് 29 മൈനസ് 14.8 അല്ലേ? അപ്പൊ അത് നമുക്ക് എത്രയായിരിക്കും? 14.2 kilogram ഗ്യാസ് ആണ് നമ്മളിലുള്ളത്. ഇനി അവർ ചോദിക്കുന്നത് എന്താ? ഇൻ ദ കോഴ്സ് ഓഫ് യൂസ് അറ്റ് ആംബിയന്റ് ടെമ്പറേച്ചർ ദ മാസ് ഓഫ് ദ സിലിണ്ടർ ഇസ് റെഡ്യൂസ് ടു 23 kilogram. The final pressure inside of the cylinder is. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വെയിറ്റ് എത്രയായി? ആഫ്റ്റർ യൂസ് വെയിറ്റ് എത്രയായി? 23 kilogram ആയി. അപ്പം 29 23 ആയി. അപ്പൊ 6 kilogram ഗ്യാസ് യൂസ് ചെയ്തെന്ന് നമുക്ക് പറയാം. അപ്പൊ അവര് ചോദിക്കുന്നത് എന്താണ്? ഇനി ഫൈനൽ പ്രഷർ ഇൻസൈഡ് ദ ഗ്യാസ് എന്താണ്? അപ്പൊ ഇതിന് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പം PV is equal to nRT ആണല്ലോ. നമുക്ക് N-നെ എങ്ങനെ എഴുതാം? PV is equal to weight by molecular mass into RT എന്ന് എഴുതാം. അപ്പം വെയിറ്റ് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 3.47 into V is equal to നമുക്ക് ഒറിജിനലി ഉണ്ടായിരുന്ന ഗ്യാസിന്റെ വെയിറ്റ് 14.2. ഇപ്പൊ 14.2 by M into RT. കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് കഴിയുമ്പോഴാണെങ്കിലോ അപ്പം പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം. പ്രഷർ നമുക്ക് അറിഞ്ഞൂടെ. വോളിയം സെയിം ആയിരിക്കും, കാരണം ഗ്യാസ് സിലിണ്ടറിന്റെ വോളിയം എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റൂലല്ലോ. ആ സൈസ് വോളിയം എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും അല്ലേ?
അപ്പം V സെയിം ആണ്. പിന്നെ നമുക്ക് എത്ര ഗ്യാസാ ബാക്കിയുള്ളത്? 14.2 കിലോഗ്രാം നമ്മൾ 6 കിലോഗ്രാം യൂസ് അപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് 8.2 കിലോഗ്രാം ബാക്കിയിരുന്നു. അപ്പം 8.2 by m into RT. ഇനി ഇതിനെ രണ്ടിനെ നമുക്ക് കമ്പയർ ചെയ്താൽ വിയും വിയും ക്യാൻസൽ ആവും, എമ്മും എമ്മും ക്യാൻസൽ ആവും, RT ക്യാൻസൽ ആവും. അപ്പം 3.47 by P is equal to 14.2 by 8.2. ഇത് നമ്മളൊരു അപ്രോക്സിമേറ്റ് എടുത്ത് P is equal to 3.47 into 8.2 by 14.2 ചെയ്താൽ ഇത് 41 സിംപ്ലിഫൈ ചെയ്യുക 71 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2 അറ്റ്മോസ്ഫിയർ കിട്ടും. അപ്പൊ നമ്മൾ ആൻസർ എത്രയാണ്? 2 അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ആൻസർ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആകെ കുറച്ച് ആപ്ലിക്കേഷൻ ബേസിസിൽ തിങ്ക് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When 5.1 gram of solid NH4HS. Okay. 5.1 gram of solid NH4HS is introduced into a 2 liter evacuated flask at 27 degrees Celsius. 20% of the solid decomposes into gaseous ammonia and hydrogen sulfide. അപ്പൊ നമ്മളെ റിയാക്ഷൻ എന്താണ്? NH4HS solid gives NH3 plus H2S. സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. നമുക്ക് ഒറിജിനലി എത്ര ഉണ്ടായിരുന്നത്? 5.1 gram. 5.1 gram പറഞ്ഞാല് നമ്മള് NH4HS മോളിക്കുലർ മാസ് 51 gram ആണ്. അപ്പൊ 5.1 gram എന്ന് പറഞ്ഞാല് നമുക്കിനെ 0.1 മോളായിട്ട് എഴുതാം. ഓക്കെ, ഇത് 0, ഇത് 0. ഇത് നമുക്ക് ഇനീഷ്യൽ. ഫൈനലി 20% ആണ് ഡീകമ്പോസ്ഡ് ആയത്. അപ്പൊ 0.1 1 മൈനസ് 0.2 ഇവിടെ ആണെങ്കിൽ 0.1 ഇൻറ്റു 0.2 അല്ലെങ്കിൽ 0.1 ഇൻറ്റു 0.2. അതാണ് അപ്പോൾ നമ്മൾ ഗ്യാസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് Kp for the reaction. അപ്പൊ Kp എന്തായിരിക്കും? Kp is equal to PNH3 into PH2S. ഇത് സോളിഡ് ആയതുകൊണ്ട് അത് നമ്മൾ Kp എടുക്കണം. അപ്പം ഈ P കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ PV is equal to nRT വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ V എത്രയാണ് തന്നത്? V നമുക്ക് 2 liters ആണ് തന്നാല് ഇൻറ്റു 2 is equal to n നമുക്ക് ഇവിടുന്ന് കിട്ടി 0.1 ഇൻറ്റു 0.2 ആണ്. 0.1 ഇൻറ്റു 0.2 6 0.082 പിന്നെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, അത് കെൽവിനിലേക്ക് ആക്കുമ്പോൾ 300 കെൽവിൻ. അപ്പൊ P is equal to നമ്മളൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.246 അറ്റ്മോസ്ഫിയർ. അപ്പൊ അതാണ് നമ്മളെ ഒരു ഗ്യാസിന്റെ P. Kp ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ Kp is equal to 0.246 into 0.246. അപ്പൊ അത് അപ്രോക്സിമേറ്റ്ലി 0.0605 എന്ന് കിട്ടും. അപ്പൊ ക്വസ്റ്റ്യനിൽ എത്രയാണ്? x ഇൻറ്റു 10⁻² ആണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ 6.05 ഇൻറ്റു 10⁻² എഴുതുക. നിയറസ്റ്റ് ഇൻഡിജർ ആൻസർ ആണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഇൻഡിജർ എത്രയാണ്? 6 ആണ്. അപ്പൊ നമ്മളെ ആൻസർ 6.
ഇനി an LPG cylinder contains gas at pressure 300 kilopascal at 27 degrees Celsius. അപ്പം pressure is equal to 300 kilopascal. Temperature is equal to 27 degrees Celsius and 300 Kelvin. The cylinder can withstand a pressure of 1.2 10 raised to 6 Pascal. Pressure withstand ചെയ്യാൻ പറ്റുന്നത് 1.2 into 10 raised to 6. The room in which cylinders kept catches fire. The minimum temperature at which the bursting of cylinder will take places. അപ്പം വോളിയം സെയിം ആണ്, R സെയിം ആണ്, N സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? P1/T1 is equal to P2/T2. അപ്പം ഈ ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബേസ്റ്റിംഗ് ഏത് ടെമ്പറേച്ചറിൽ ഏത് പ്രഷറിലാണ് നടക്കുക? മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ, അവിടെയാണ് ബേസ്റ്റിംഗ് നടക്കുക. അപ്പം ഏത് ടെമ്പറേച്ചറിലാണ് ആ പ്രഷർ റീച്ച് ചെയ്യുക, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം P1 is equal to 300 kilopascal. അപ്പം 300 into 10 raised to 3 by temperature 300 is equal to P2 എത്രയാണ്? 1.2 into 10 raised to 6 by T2. ഇതെന്തും ക്യാൻസൽ 3. അപ്പം T2 is equal to 1200 Kelvin. നമ്മൾ ആൻസറിൽ സെൽഷ്യസിലാണ് തന്നത്. 1200 minus 273 is equal to 927 degrees Celsius. അപ്പൊ അതാണ് നമ്മൾ ആൻസർ 927. A homeowner uses 4 into 10 raised to 3 meter cube of methane gas. അത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യും. In a year to heat his home under the pressure of 1 atmosphere and 300 Kelvin. Mass of gas used is under the pressure of 1.1 atmosphere and 300 Kelvin. Mass of gas used is ഇത്ര. The value of അത് എത്രയാണ്? അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആകെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് പിന്നെ നമുക്ക് ഗ്യാസ് ഏതാണ് അറിയാം. അപ്പൊ നമുക്ക് എന്താണ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം പിന്നെയും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യുക. PV is equal to nRT. നമുക്ക് N ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം RT/PV. അപ്പം RT/PV അല്ല, തിരിഞ്ഞു PV/RT. PV/RT. അപ്പം പ്രഷർ എത്രയാണ്? പ്രഷർ 1 atmosphere. വോളിയം 4 into 10 raised to 3. പിന്നെ താഴെ 0.083 into 3 10 raised to 3 meter cube ആണ്. പക്ഷെ നമ്മൾ ഗ്രാമിലാണ് ഇതിനെടുക്കുന്നത്. അപ്പൊ നമുക്കൊന്നുകൂടി 10 raised to 3 ചേർത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക് പോകും. ടെമ്പറേച്ചർ 300 Kelvin. അപ്പം ഇതാണ് നമ്മള് നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്മൾ ഗ്യാസ് ഏതാണ്? CH4 ആണ് നമ്മൾ ഗ്യാസ്. CH4ന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 16 gram ആണ്, അല്ലെങ്കിൽ മോളർ മാസ് 16 gram ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ 16 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 25.7 into 10 raised to 5 grams. Okay, അപ്പൊ നിയറസ്റ്റ് ഇൻഡിജർ 26. The vapor pressure of A and B at 25 degrees Celsius are 9. A into 90 millimeters of Hg. B ആണെങ്കിൽ 15 millimeters of Hg. If A and B are mixed such that the mole fraction of A in the mixture is 0.6,
then the mole fraction of B in the vapor phases. അപ്പം മിക്സ്ചറിലുള്ള മോൾ ഫ്രാക്ഷൻ ഓഫ് എ എത്രയാണ് 0.6. അപ്പൊ ടോട്ടൽ വേപ്പർ പ്രഷർ എത്രയായിരിക്കും 0.6 ഇൻറ്റു 90 പ്ലസ് 1 മൈനസ് 0.6 ഇൻറ്റു 15. ഇത് നമുക്ക് 54 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 60 കിട്ടി. ഇനി വേപ്പർ പ്രഷർ ഓഫ് എ in the vapor phase എത്രയായിരിക്കും equal to 0.6 into 90 പറഞ്ഞാൽ 54. അപ്പം 54/60 നമുക്ക് 0.9 കിട്ടി. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ ദ വേപ്പർ ഫേസ് ആണെങ്കിൽ x into 10⁻⁻1. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എ അല്ല. അത് 1 മൈനസ് 0.9 ചെയ്യുക, അല്ലെങ്കിൽ 6/60 ഇതാണ് 0.1, which is 1 into 10⁻⁻1. അപ്പൊ നമ്മുടെ ആൻസർ 1 ആണ്. Consider the reaction. N2O4 gives 2NO2. The temperature at which Kc is ഇത്ര and Kp is ഇത്ര is. അപ്പം Kp is equal to Kc RT delta N ആണല്ലോ. Kp നമുക്ക് 600.1 ആണ്, Kc നമുക്ക് 20.4 ആണ്, R ക്വസ്റ്റ്യൻ എത്തുന്നത് 0.0831. ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഡെൽറ്റ എൻ ആണെങ്കിൽ അവിടെ 2 ഗ്യാസസ്, ഇവിടെ ഒരു ഗ്യാസസ്. അപ്പൊ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻസിനൊക്കെ സിമ്പിളായി. നമ്മൾ വെറും റീഅറേഞ്ച് ചെയ്താൽ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 600/20.4 ഇൻറ്റു 0.0831 എന്ന് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും 354 കെൽവിൻ. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ 354 കെൽവിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The number of chlorine atoms in 20 milliliters of chlorine gas at STPS. അപ്പം ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഡയറക്റ്റ് ആയിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുക്കുക. PV is equal to nRT. അപ്പം N is equal to PV/RT. ഇതിൽ നമുക്ക് ആകെ നമ്പർ ഓഫ് മോൾസേ കിട്ടും, ഒരു നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര ഇത് അവഗാഡ്രോ നമ്പർ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാം, എന്നിട്ട് അവഗാഡ്രോസ് നമ്പർ. അപ്പം N is equal to പ്രഷർ എത്രയാണ് STP ആണ്. അപ്പം പ്രഷർ 1, വോളിയം 20 milliliters, 20 to -3 by R 0.083 by ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലായിട്ട് 273. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ആറ്റംസ്. ഇനി ക്ലോറിൻ ഗ്യാസ് പറഞ്ഞാൽ Cl2 ആണ്. അതിൽ 2 ആറ്റംസ് ഉണ്ടാവും ഒരു മോളിക്യൂളില്. നമുക്ക് N കിട്ടിയത് 1 മോളിക്യൂൾ. N പറഞ്ഞാൽ 6.002 into 10⁻23 molecules. അതിനർത്ഥം 2 into 6 into 022 into 10⁻23 atoms. അത് into 20 into 10⁻³ by 0.083 into 273. അങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം ആൻസർ എത്രയാണ് 1.06 into 10⁻21. അപ്പം ക്വസ്റ്റ്യനും 10⁻21 ആണ്. റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റിജർ 1.06ന്റെ നിയറസ്റ്റ് ഇൻറ്റിജർ എത്രയാണ് 1. ഇനി at 363 Kelvin, the vapor pressure of A is 21 kilopascal and that of B is 18 kilopascal. 1 mole of A and B are mixed. Assuming that the solution is ideal, the vapor pressure of the mixture is. Okay, അപ്പം vapor pressure of A എത്രയാണ് 21 kilopascal. Vapor pressure of B 18 kilopascal. 1 mole of A and 2 moles of B are mixed. അപ്പം XA അല്ലെങ്കിൽ mole fraction of A is 1/2
1 plus 2 is equal to 1 by 3. XB ആണെങ്കിൽ 2 by 3. Assuming that is the vapor pressure of the mixture is. അപ്പോൾ total vapor pressure എത്രയായിരിക്കും? XA into PA plus XB into PB. അപ്പം 1 by 3 into 21 plus 2 by 3 into 18. ഇതൊന്നും ക്യാൻസൽ ചെയ്യാം. അപ്പം 7 plus 12 is equal to 19 kilopascal. ഇവിടെ റൗണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ആൻസർ 19 kilopascal. ഇനി 3.12 gram of oxygen is adsorbed on 1.2 gram of platinum metal. The volume of gas adsorbed per gram of adsorbent at 1 atm atmosphere and 300 Kelvin is. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? വോളിയം ഓഫ് ഓക്സിജൻ അഡ്സോർബ്ഡ്. അപ്പൊ നമുക്ക് ആദ്യം 3.12 gram ഓഫ് ഓക്സിജൻ ആണ് തന്നത്. നമുക്ക് അതിനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക കാൽക്കുലേഷന് വേണ്ടി. അപ്പൊ 3.12 gram പറഞ്ഞാല് മോൾസ് ആണെങ്കിൽ 3.12 ബൈ ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 ആണ്. അപ്പം 32 is equal to 0.0975 moles. ഇനി PV is equal to nRT-യിൽ നമുക്കിപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിയല്ലോ. നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇപ്പൊ PV is equal to nRT. പ്രഷർ തന്നത് എത്രയാണ്? 1 atm. B നമുക്ക് അറിഞ്ഞൂടെ 0.0975 ഇൻറ്റു R നമുക്ക് തന്നത് 0.0821, ടെമ്പറേച്ചറോ 300 Kelvin. അപ്പം V is equal to 2.4 liters. ഇനി 2.4 liters ഓക്സിജൻ ആണ് അഡ്സോർബ് ചെയ്യാൻ പറ്റിയത്. ഇനി വോളിയം ഓഫ് ഓക്സിജൻ അഡ്സോർബ്ഡ് പെർ ഗ്രാം ആണ് അവർ ചോദിക്കുന്നത്. പെർ ഗ്രാം. അപ്പൊ നമുക്ക് വെറും 2.4 പറയാൻ പറ്റില്ല. V by G, അതായത് 2.4 by 1.2 is equal to 2. അപ്പൊ അതാണ് നമ്മൾ ആൻസർ 2. A car tire is filled with nitrogen gas at 35 psi at 27 degrees Celsius. It will burst if pressure exceeds 40 psi. The temperature in degrees Celsius at the car. ഇത് നമ്മൾ മുമ്പ് ചെയ്ത മാതിരി തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. P1 by T1 is equal to P2 by T2. P1 എത്രയാണ്? 35, temperature 300 is equal to PSI 40, the bursting temperature T2. അപ്പം T2 is equal to 40 into 300 by 35. Solve ചെയ്ത 342.86 Kelvin. Okay. For 342.86 Kelvin. Temperature in degree Celsius ആണ്. അപ്പം 343 minus 273 around 70 degrees Celsius ആണ് വരിക. അപ്പൊ നമുക്ക് 70 degrees Celsius. The volume occupied by 4.75 gram of acetylene gas at 50 degrees Celsius and 740 millimeters of Hg is dash liters. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പം മാസ് എത്രയാണ്? 4.75 gram. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഇത് മോൾസ് കണ്ടുപിടിക്കാം. മാസ് 4.75 gram. മോളിക്കുലർ വെയിറ്റ് ആണെങ്കിൽ അസെറ്റിലിൻ ഗ്യാസ് ആണ്. അപ്പം C2H2. അതിന്റെ മോളിക്കുലർ വെയിറ്റ് 26 gram ആയിരിക്കും. അപ്പം മോളിക്കുലർ മാസ് 26 grams
weight is equal to 4.75 gram. Molecular weight is equal to 26 gram. ഇനി നമുക്ക് ഇതിനൊക്കെ ഇതിലിട്ട് കൊടുക്കാം. PV is equal to nRT. അപ്പൊ പ്രഷർ എത്രയാണ് അവർ പറഞ്ഞത്? പ്രഷർ അവർ പറഞ്ഞത് 740 torque per millimeter, 740 millimeters of Hg ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ടോർസിലേക്ക് മാറ്റാൻ വേണ്ടി, ATMലേക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് മാറ്റാൻ വേണ്ടി 740/760 എന്ന് ചെയ്യാം. കാരണം ഒരു ATM എത്രയാണ്? 760 millimeters of Hg ആണല്ലോ. അപ്പൊ നമുക്ക് ആ കൺവേർഷൻ ചെയ്യാൻ വേണ്ടി 740/760 millimeters of Hg എടുക്കാം. ഇനി കാരണം ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമുക്ക് R is equal to 0.0821 കിട്ടുന്നത്. നമ്മൾ ടോർ എടുത്താൽ വേറെ വാല്യൂ ആണ് R വരിക. അപ്പം PV is equal to weight by RT. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V ആണ്. അപ്പം V is equal to 4.75 into 0.0821 into temperature 50 degrees Celsius. When temperature 50 degrees Celsius ആണെങ്കിൽ 273 plus 50 323 degrees Celsius Kelvin by pressure 740/760. പിന്നെ മോളാർ മാസ് ആണെങ്കിൽ 26. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് അറൌണ്ട് 5 liters കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് കുറച്ച് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്പർ ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഗിവൺ സെറ്റസ്. നമുക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ് എന്തായാലും നമുക്ക് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എല്ലാത്തിന്റെയും എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രോണിക് കൺഫിഗറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യമുള്ളത് O2 മൈനസ്. അപ്പൊ O2 മൈനസിന് 1s2 ഉണ്ടാവും, എന്തായാലും 1s2 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2s2 തന്നെയാണ് ഉണ്ടാവുക. പിന്നെ O2 മൈനസ് ആയിരിക്കും. അപ്പം 2p6 രണ്ട് എക്സ്ട്രാ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ 10 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇനി F മൈനസ്. ഓക്കെ, F മൈനസ് പറഞ്ഞാല് നമുക്ക് സാധാരണ ഫ്ലോറിൽ 10 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുന്നുണ്ട്, കാരണം മൈനസ് ആയത്. അപ്പൊ ഇതിലും 10 ഇലക്ട്രോൺസ് ആണുള്ളത്. പിന്നെ നമുക്കുള്ളത് അലൂമിനിയം. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. ഇത് അയോണൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിന് 13 ഇലക്ട്രോൺസ് തന്നെയാണ് വരിക. 2p6 പിന്നെ 3s2 3p1 അപ്പൊ 13 ഇലക്ട്രോൺസ്. ഇനി മെഗ്നീഷ്യം 2+ ആണെങ്കിലോ, മെഗ്നീഷ്യത്തിന് സാധാരണ 12 ആണ് ഉണ്ടാവുക, 12 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ 2 ഇലക്ട്രോൺസ് പോയത് കാരണം ഇത് 12 അയോൺസ് ആവും. അതായത് 1s2 2s2 2p6 പിന്നുള്ള 2s2 2 ഇലക്ട്രോൺസ് പോയി. അപ്പൊ 10 ഇലക്ട്രോൺസ്. ഇനി ഉള്ളത് ആരാ? ഇനി Na+ ആണുള്ളത്. Na+ഉം Na സാധാരണ 11 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഒന്ന് പോയത് കാരണം ഇതും 10 ഇലക്ട്രോൺസ് ആയിരിക്കും. അതായത് ഈ സെയിം കൺഫിഗറേഷൻ 1s2 2s2 2p6. പിന്നെ നമുക്കുള്ളത് O+. അപ്പം ഓക്സിജനിൽ സാധാരണ എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക? 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇതിലൊന്ന് പോയത് കാരണം 7 ഇലക്ട്രോൺസ് ആവും. അപ്പം 1s2
2s2 2p4 ആണെന്നതിന്റെ പകരം 2p3. പിന്നെ നമുക്ക് അവസാനമുള്ളത് അവസാനം 3 ഉണ്ട്. മാഗ്നീഷ്യം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് അതിന് 12 ഇലക്ട്രോൺസ് ആണ് നോർമലായിട്ട് ഉണ്ടാവുക. അപ്പം 1s2 2s2 2p6 3s2. പിന്നെ നമുക്കുള്ളത് അലൂമിനിയം 3+. അപ്പൊ സാധാരണ 13 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് പോയാൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതും 1s2 2s2 2p6. പിന്നെ നമുക്കുള്ളത് ഫ്ലോറിൻ. ഫ്ലോറിനില് അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പം അതിന്റെ അയോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 9 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 1s2 2s2 2p5. അപ്പം ഇതില് ഐസോ ഇലക്ട്രോണിക് ഏതൊക്കെയാണ്? 1 2 3 4 5. പിന്നെ 13 കൂടെ വരാറില്ല, 7 കൂടെ വരാറില്ല, 12 9. അപ്പം 5 ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് നമുക്ക് ഈ സെറ്റിലുള്ളത്. നമ്മുടെ ആൻസർ 5 ആണ്. ഇനി ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് an electron in 3s is xh by 2pi. The value of xs. അപ്പം ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന് നമ്മളൊരു ഫോർമുല മുമ്പ് പഠിച്ചിരുന്നു. എന്താണ്? L is equal to root L by L plus 1 h by 2pi. അപ്പം ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ L എന്താണ്? L നമ്മളെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, L അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനി നമുക്ക് ഏത് ഓർബിറ്റലാണ് തന്നത്? നമുക്ക് തന്ന ഓർബിറ്റൽ 3s ആണ്. 3s. അപ്പൊ നമുക്കറിയാം s ഓർബിറ്റലിന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം L is equal to 0 into 0 plus 1 h by 2pi, അല്ലെങ്കിൽ 0 into h by 2pi. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്നാണ് ചോദിച്ചത് x by xh by 2pi വാല്യൂ ഓഫ് xs. അപ്പൊ വാല്യൂ ഓഫ് x എത്രയാണ്? 0. 0 ആണ് വാല്യൂ ഓഫ് x. ഇനി the values of work function for few metals are given below. The number of metals which will show photoelectric effect when light of wavelength 400 nanometer falls on it. അപ്പം നമുക്ക് കുറച്ച് മെറ്റൽസിന്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളെ ത്രെഷ് എനർജി ആവശ്യം വരിക ഇത് നടത്താൻ വേണ്ടി, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കാൻ വേണ്ടി. നമ്മൾ കൊടുക്കുന്ന വേവ് ലെങ്ത് എത്രയാണ്? 400 നാനോമീറ്റർ. അപ്പൊ അതിനെ നമുക്ക് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം E is equal to hc by lambda, അല്ലെങ്കിൽ hv by lambda. പക്ഷെ ഇവിടെ നമ്മൾ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ hc ആയിട്ട് എടുക്കാം. അപ്പൊ അത് എത്രയാണ്? 6.626 10⁻⁻34 into speed of light 3 into 10⁸ by lambda. Lambda എത്രയാണ്? 400 നാനോമീറ്റർ. 400 into 10⁻⁻9. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത 4.97 into 10⁻⁻19 ജൂളായിട്ട് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എല്ലാം ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നത്. നമുക്കാണെങ്കിൽ എല്ലാം ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നത്. നമ്മളെ ആൻസർ ആണെങ്കിൽ നമ്മളെ ജൂളാണ് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യണമെങ്കിൽ
അതിനെ ഇൻറ്റു 6.2 ഇൻറ്റു 10⁻18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് അറൌണ്ട് 3.08 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഓക്കെ, ഇനി ലിഥിയത്തിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 2.42. നമ്മൾ കൊടുക്കുന്നത് 3.08. അപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്സ് നടക്കുമോ? നടക്കും. അപ്പം യെസ്. ഇനി സോഡിയത്തിൻ്റെത് 2.3, നമ്മൾ കൊടുക്കുന്നത് 3.08 നടക്കും. ഇത് 2.25 ഇവിടെയും നടക്കും. ഇനി മഗ്നീഷ്യത്തിന് 3.7 ആണ്, അത് 3.08നെക്കാളും വലുതാണ്, അപ്പം ഇവിടെ നടക്കൂല. കോപ്പറിന് 4.8 ആണ്, അതും 3.08നെക്കാളും വലുതാണ്, അപ്പൊ ഇവിടെ നടക്കൂല, ഇവിടെ നടക്കൂല. The number of metals which will show photoelectric effect when light of wavelength of the falls on it is 1, 2, 3. So 3 ആണ് നമ്മൾ ആൻസർ. Number of correct statements from the following is: from A, for 1s orbital the probability density is maximum at the nucleus. അത് ശരിയാണ്. നമ്മൾ എസ് ഓർബിറ്റലിന്റെ ഇത് കണ്ടാൽ അങ്ങനെ സെന്ററിൽ ഇങ്ങനെ കൂടി അങ്ങനെ കുറഞ്ഞു വരിക, അതാണല്ലോ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡയഗ്രാം. അപ്പം അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. For 2s orbital, the probability density first increases to maximum, then decreases sharply to 0. ഇത് ശരിയല്ല. കാരണം 2s ഓർബിറ്റൽ എങ്ങനെയാണ് ഉണ്ടാവുക? 2s ഓർബിറ്റലിനും ന്യൂക്ലിയസിലാണ് ഹയസ്റ്റ് പ്രോബബിലിറ്റി ഉണ്ടാവുക. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വന്ന് നമ്മളൊരു നോഡ് റീച്ച് ചെയ്യും, പിന്നെ ഒന്നുകൂടി കൂടി പിന്നെ ഡ്രോപ്പ് ചെയ്യാൻ ചെയ്യാം. അതൊക്കെ നമ്മളെ റേഡിയൽ നോഡ്. അപ്പം ഇത് ഇൻകറക്റ്റ് ആണ്. In boundary surface diagrams, the orbitals encloses a region of 100% of probability of finding the electron. തെറ്റാണ്. എന്തായാലും നമുക്ക് 100% പറയാൻ പറ്റില്ല. അറൌണ്ട് 90% പറയാൻ പറ്റും, പക്ഷെ ഒരിക്കലും നമുക്ക് 100% പറയാൻ പറ്റില്ല. അത് ഈ അൺസർട്ടിനിറ്റി റൂളിന്റെ ഒക്കെ എഗൻസ്റ്റ് പോകുന്നതാണ്. അപ്പം ഇത് ഇൻകറക്റ്റ് ആണ്. P and D orbitals have 1 and 2 angular nodes respectively. അപ്പം ആംഗുലർ നോട്ട്സിന്റെ ഫോർമുല എന്താണ്? ഈസിയാണ് അല്ലെ? വെറും എൽ, അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പൊ പിന്റെ എൽ എത്രയാണ്? 1, ഡി ആണെങ്കിൽ അപ്പം 1 and 2 angular nodes respectively. കറക്റ്റ്. പിന്നെ probability density of p orbital is 0 at the nucleus. ഇത് ശരിയാണ്. കാരണം p ഓർബിറ്റൽസിന് ന്യൂക്ലിയസിന്റെ അവിടെ ഒരു ആംഗുലർ നോഡ് വരുന്നുണ്ട്. കറക്റ്റ്. Number of statements correct from the following is 1, 2, 3. 3 ആണ് നമ്മൾ ആൻസർ. ഇനി the electron in the nth orbit of Li2 plus is excited to n+1 orbit using the radiation energy. So value of n. അപ്പം നമ്മൾ n ഓർബിറ്റിൽ നിന്ന് n+1 പോയി നമുക്ക് ഇത്ര എനർജിയാണ് ആവശ്യമുള്ളത്. അപ്പം നമുക്കറിയാം ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു RH R Z² 1 minus n1 square by minus n2 square. അപ്പം R into Z 3 ആണ്. അപ്പം 3 square by 1 minus n square minus 1 minus ഇവിടെ n1 is equal to n ഉം n2 is equal to n+1 ആണല്ലോ, n+1 square. അപ്പം
നമുക്ക് എനർജി എത്രയാണ് 1.47 into 10⁻⁻17 joules ആണ് തന്നത്. 1.47 into 10⁻⁻17 joules. അപ്പം 1.47 into 10⁻⁻17 by 2.18 into 10⁻⁻18 into 9 is equal to ഇങ്ങനെ. ഇനി അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ 1.47 by 1.96 into n square minus 1 by n plus 1 square. ഇനി ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, എന്നിന്റെ വാല്യൂ നമുക്ക് -1ഉം 1ഉം കിട്ടും. പക്ഷെ എന്തായാലും -1 ആവാൻ പറ്റൂല. അപ്പൊ നമ്മളെ വാല്യൂ എത്രയാണ്? n is equal to 1. നമ്മുടെ ആൻസർ n is equal to 1. Okay. Number of atomic orbitals from the following having 5 radial nodes is. അപ്പൊ നമ്മൾ മുമ്പ് ആംഗുലർ നോഡിന്റെ ഫോർമുല കണ്ട്, ആംഗുലർ നോഡ് ഈസി ആയിരുന്നു, വെറും L ആയിരുന്നു. പക്ഷെ റേഡിയൽ നോഡ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. റേഡിയൽ നോഡ് ഈക്വൽ ടു n മൈനസ് L മൈനസ് 1. എന്നാലും ഈസി ആണല്ലോ. അപ്പം n പറഞ്ഞാല് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L പറഞ്ഞാല് algebraic quantum number. അപ്പൊ നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് ഫ്രം ദ ഫോളോയിങ് ഹാവ് 5 റേഡിയൽ നോഡ്സ്. നമുക്ക് ഓരോന്നിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 7s ആണെങ്കിൽ 7 മൈനസ് 0 മൈനസ് 1 അപ്പം 6. 7p ആണെങ്കിൽ 7 മൈനസ് 1 മൈനസ് 1 അപ്പം 5. ഇനി 6s ആണെങ്കിലോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 6 മൈനസ് 0 മൈനസ് 1 ഇസ് ഈക്വൽ ടു 5. ഇനി അടുത്ത് 8p. 8 മൈനസ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 6. പിന്നെ 8d. 8d ആണെങ്കിൽ 8 മൈനസ് L ഇവിടെ 2 ആണ്, മൈനസ് 1 അപ്പം 5. അപ്പൊ നമുക്ക് കിട്ടി 1 2 3 3 ഓർബിറ്റൽസിനാണ് 5 റേഡിയൽ നോഡ് ഉള്ളത്. അപ്പം നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് 5 അല്ല 3. Electrons in a cathode ray tube have been emitted at the velocity of 3. Number of following statements which are true about the emitted radiation. The de Broglie wavelength of the electron emitted is ഇത്ര. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം അല്ലെ. അപ്പം വേവ് ലെങ്ത് ഫോർമുല എത്രയാണ്? വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു h/mv അല്ലെങ്കിൽ h/p. പക്ഷെ മൊമെന്റത്തിന് നമുക്ക് mv ആയിട്ട് എഴുതാം. അപ്പം 6 into 10⁻⁻34 by mass of electron 9 into 10⁻⁻31. ഇത് പഠിച്ചു വെക്കേണ്ട ഫോർമുല ആണ്. പിന്നെ സ്പീഡ് അവർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, മാസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എച്ചും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സ്പീഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നാലും എച്ചും മാസ് ഓഫ് ഇലക്ട്രോണും പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. അപ്പം ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താലും അറൌണ്ട് 666.67 into 10⁻⁻9 meters കിട്ടി. പോലും പറയുന്നത് 666 into 10 നാനോമീറ്റേഴ്സ്. അപ്പം ഇത് കറക്റ്റ് ആണ്. The characteristics of electrons emitted depend on the material of the electrodes of the cathode ray tube. ഇത് എന്തായാലും തെറ്റാണ്. കാരണം നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലും കാത്തോഡ് റേ ട്യൂബ്സിലൊക്കെ പഠിച്ചതാണ്. ഇലക്ട്രോൺസ് ഇൻഡിപെൻഡന്റ് എന്തായാലും മെറ്റീരിയൽ ഡിപെൻഡ് ചെയ്യലല്ലോ ഇലക്ട്രോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഇത് ഇൻകറക്റ്റ് ആണ്. The cathode rays start from the cathode and move towards the anode. അത് ശരിയാണ്. കാരണം ഇലക്ട്രോൺസ് കാത്തോഡിന് പോകും. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡ്സിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പം ട്രൂ.
nature of the emitted electrons depend on nature of the gas present in the cathode ray tube. അതൊന്നും എന്തായാലും ഡിപ്പെൻഡ് ചെയ്യില്ല. ആകെ ഇലക്ട്രോൺസിന്റെ ക്യാരക്ടേഴ്സിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. ഇൻകറക്റ്റ്. ഇപ്പൊ നമ്മൾ ആൻസർ എന്താണ്? Number of statements 1, which are true 2. The energy of 1 mole of photons of radiation of frequency 2 into 10 raised to 12. Direct equation. Energy ആണ്. അപ്പൊ എനർജി എത്രയാണ്? is equal to h nu. Okay. ഫ്രീക്വൻസി എന്നത് h nu. 1 mole ആണ് ചോദിക്കുന്നത്. അപ്പൊ is equal to 1 mole. അതായത് 6 into 2 into 10 raised to 23 into h nu. അപ്പം 6 into 10 raised 6 into 2 into 10 raised to 23 into 6.626 into 10 raised to minus 34 into frequency 2 into 10 raised to 12. ഒക്കെ ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറൗണ്ട് 798 ജൂൾസ് കിട്ടും. നമ്മൾ ആൻസർ എന്താണ്? 798 ജൂൾസ് ആയിരിക്കും. ഇനി assume that the radius of the first bar of hydrogen atom is 0.6. Okay. Hydrogen's first radius 0.6. The radius of the third bar orbit of He plus is dash picometer. ഇപ്പൊ നമുക്കറിയാം ഇതിന്റെ ഫോർമുല എന്താണ്? 0.59 പിന്നെ n² by z ആണ്. അപ്പം ഇത് ഹൈഡ്രജന്റെ ഫസ്റ്റ് റേഡിയസ് ആണെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ 1 ആയിരിക്കും. അപ്പം 0.6 into n² by z എന്ന് നമുക്ക് എഴുതാം, ഉദ്ദേശിക്കാം. ഈ കോൺസ്റ്റന്റ് is equal to 0.6. അപ്പൊ ഇത് 1 ഇത് 1. അപ്പൊ c is equal to 0.6. അപ്പം 0.6 into n² by z. അപ്പം n എത്രയാണ്? തേർഡ് ബോർ ഓർബിറ്റ് ആണ്. അപ്പൊ 0.6 into 3² by z. ഹീലിയം അയണാണ്. അപ്പൊ 2. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.3 into 9 ആണ്. അപ്പൊ 2.7 ഇത് പിക്കോമീറ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.7 into 10 raised to minus 10 ആണ്. അതപ്പം -12 ആക്കുമ്പോൾ 270 പിക്കോമീറ്റേഴ്സ് കിട്ടും. 270 ആണ് നമ്മുടെ ആൻസർ. Number of given orbitals which have electron density along the axes. അപ്പം നമ്മളെ ആക്സിസുകൾ ഇതാണ് x ഇത് y. x axis y axis പിന്നെ z axis. ഇനി നമ്മൾ ഓർബിറ്റൽസ് ഇതാണ് px py. അപ്പൊ നമുക്കറിയാം എന്താണ് p ഓർബിറ്റൽസ് ഒക്കെ ആക്സിസ് കൂടി തന്നെയാണ് വരിക. ഇത് px, ഇത് py, ഇത് pz. അപ്പം നമ്മളെ 3 p ഓർബിറ്റൽസും അലോങ് ദി ആക്സിസ് ആണ്. ഇത് 3 അലോങ് ദി ആക്സിസ് ആണ്. ഇനി dx dy dz ഒക്കെ ആക്സിസിന്റെ ഇടയിലാണ് അല്ലെ. ഇപ്പം എക്സും വൈ ആണെങ്കിൽ ഇങ്ങനെ ഈ ആക്സിസിന്റെ ഇടയിലാണ് dx dy ഉണ്ടാവുക. അപ്പൊ dx dy dx by dyz dx² ഇതൊന്നും ആക്സിസിലല്ല.
പിന്നെ dz² ആണെങ്കിൽ അത് z ആക്സിസിൽ തന്നെ പിന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട്. അപ്പൊ അത് അലോങ് ദി ആക്സിസ് ആണ്. പിന്നെ dx² y² അലോങ് ദി ആക്സിസ് ഇങ്ങനെ വരും. അപ്പം ഇത് രണ്ടും ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഓർബിറ്റൽസ് വിച്ച് ഹാവ് ഇലക്ട്രോൺ ഡെൻസിറ്റി അലോങ് ദി ആക്സിസ് 5. If wavelength of first line of Paschen series of hydrogen atom is 720 nanometer, then the wavelength of the second line of this series is. Okay. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഫസ്റ്റ് ലൈന് of Paschen series is 720. അപ്പം അത് ഇവിടെ നിന്നാണ് പാഷൻ സീരീസ് പറഞ്ഞാൽ 3 അപ്പൊ 4 3 പോകുമ്പം 720. അപ്പം 1/λ is equal to r into 1/n1² minus 1/n2². അപ്പം 1/720 is equal to r into 1 minus n1 എത്രയാണ് 3. അപ്പം 9 minus n2 എത്രയാണ് 16. അതങ്ങനെ കേട്ടെ. ഇനി 1/λ സെക്കൻഡ് സീരീസ് അത് 5 3 പോകുന്നത്. അപ്പം അത് ഈക്വൽ ടു r 1 minus 9 1 minus 25. ഇനി ഇതിനെ നമുക്ക് കമ്പയർ ചെയ്ത് ക്യാൻസൽ ചെയ്യാം. രണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ ആറും ക്യാൻസൽ ചെയ്യും. lambda 1/720 is equal to 16 minus 9/9 into 16 by 25 minus 9/9 into 25. ഒന്നും ക്യാൻസൽ ചെയ്യും. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് എത്ര ലാംഡ കിട്ടുക? ലാംഡ is around 492 millimeters നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് 5 3 പോകാനുള്ള അതിന്റെ വേവ് ലെങ്ത് 492 നാനോമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ സെഷൻ നിർത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.